കൊച്ചി നഗരസഭയുടെ കീഴിലുള്ള ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ മാലിന്യങ്ങൾ ബയോഫില്ലിംഗ് നടത്തിയതിൽ അപാകതയെന്ന് സ്പെഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട്. പുറത്തേക്ക് മാലിന്യം കൊണ്ടുപോകാൻ നൽകിയ അതേ നിരക്ക് തന്നെ പദ്ധതി പ്രദേശത്ത് മാലിന്യാവശിഷ്ടം നിക്ഷേപിക്കുന്നതിനും നൽകി. 9.5 കോടിയുടെ അധിക ചെലവ് ഇതിലൂടെ ഉണ്ടായി. ലോഹ സാന്നിധ്യം നിറഞ്ഞ മാലിന്യങ്ങൾ പുഴയോരത്ത് ലാൻഡ് ഫില്ലിംഗിന് ഉപയോഗിച്ചത് അതീവ ഗുരുതരമാണ് എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. കൊച്ചി കോർപ്പറേഷൻ മുൻ സെക്രട്ടറിയും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സംസ്ഥാന സർക്കാരിന്റെ ഓഡിറ്റ് വിഭാഗം സ്പെഷ്യൽ ഓഡിറ്റ് നടത്തിയത്. ബ്രഹ്മപുരത്തെ ബയോ മൈനിങ്ങിന്റെ ആദ്യ 4 ബില്ലുകളിലെ സ്പെഷ്യൽ ഓഡിറ്റാണ് നടത്തിയത്. ഓഡിറ്റ് റിപ്പോർട്ട് ഇങ്ങനെ: ബയോ മൈനിങ്ങിലൂടെ മാലിന്യം വേർതിരിക്കുന്നത് തൃപ്തികരം. മാലിന്യങ്ങൾ ബയോ ഫില്ലിംഗ് നടത്തിയതിലാണ് അപാകത. പൂനെ ആസ്ഥാനമായ ഭൂമി ഗ്രീൻ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് കരാർ. ബയോ മൈനിങ്ങിലൂടെ CND ഇനർട്ട്, കോഴ്സ് റിഫ്രാക്ഷൻ, RDF തുടങ്ങി 5 തരം ഉൽപ്പന്നങ്ങളാണ് പുറത്തുവരുന്നത്. വേർതിരിച്ച മാലിന്യം പുറത്തു കൊണ്ടുപോകുന്നതിന് ടണ്ണിന് 1690 രൂപയാണ് നിശ്ചയിച്ചത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കുമാണ്. ഇതിൽ RDF സംസ്ഥാനത്തിന് പുറത്ത് സിമന്റ് കമ്പനികൾക്ക് കൈമാറുകയാണ്. CND ഇനർട്ട് വേസ്റ്റും ഫ്രാക്ഷൻ കമ്പോണന്റ് മാലിന്യങ്ങളും പദ്ധതി പ്രദേശത്ത് തന്നെ നിക്ഷേപിക്കുന്നു. ഇതിനും ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഉൾപ്പെടെ ടണ്ണിന് 1690 രൂപ നൽകുന്നതായി ഓഡിറ്റിൽ കണ്ടെത്തി. പദ്ധതി പ്രദേശത്ത് തന്നെ നിക്ഷേപിക്കുന്നതിന് ഗതാഗത ചെലവ് ആവശ്യമില്ലെന്നിരിക്കെ പുറത്തു കൊണ്ടുപോകേണ്ട വസ്തുക്കളുടെ അതേ തുക നൽകിയത് യുക്തിസഹമല്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ ഇനത്തിൽ നഗരസഭയ്ക്ക് 9.5 കോടി രൂപയുടെ അധിക ചെലവുണ്ടായെന്ന് ഓഡിറ്റിൽ കണ്ടെത്തി. കരാർ കാലാവധി അവസാനിക്കുമ്പോൾ വലിയ തുക അധികമായി നൽകേണ്ടി വരുമെന്നതിനാൽ അടിയന്തര ഇടപെടൽ വേണമെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ദൈനംദിന ആവശ്യത്തിനായി ആയിരക്കണക്കിന് ആളുകൾ വെള്ളമെടുക്കുന്ന ചിത്രപ്പൊടിയോട് ചേർന്നുള്ള ബ്രഹ്മപുരം പ്ലാന്റിൽ സാനിറ്ററി ലാൻഡ് ഫില്ലിംഗിനായി ഉപയോഗിച്ച ഇനേർട്ട് മെറ്റീരിയലുകളിലെ ലെഡ് സാന്നിധ്യവും ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടുന്നു. ആരോഗ്യത്തെ അപകടകരമായി ബാധിക്കുന്ന ലോഹ സാന്നിധ്യം നിറഞ്ഞ മാലിന്യങ്ങൾ ഇവിടെയിട്ട് മൂടിയത് അതീവ ഗുരുതരമാണെന്ന് ഓഡിറ്റ് പറയുന്നു. സാനിറ്ററി ലാൻഡ് ഫില്ലിംഗിന് നഗരസഭയുടെ അനുമതി ലഭിക്കും മുൻപ് കമ്പനി സ്വമേധയാ മാലിന്യ നിർമ്മാർജ്ജന ജോലികൾ തുടങ്ങിയിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരത്തിൽ വ്യവസ്ഥകൾ ലംഘിച്ചിട്ടും ബയോമൈനിങ് തുടരാൻ നഗരസഭ കമ്പനിക്ക് അനുമതി നൽകിയതിൽ ഓഡിറ്റ് വിഭാഗം വിശദീകരണം തേടിയിരിക്കുകയാണ്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.